ഹായ് ഓൾ. 2025 ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവർ കേന്ദ്ര ബജറ്റ് കുറച്ച് മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി, അതായത് 12 ലക്ഷം വരെ നികുതി ഇളവ് ചെയ്തിട്ടുണ്ട്. അത് 12 ലക്ഷത്തിന് മുകളിലാണെങ്കിലും കുറേ സ്ലാബുകളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നികുതി അടയ്ക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. അത് പ്രശംസനീയമാണ്. അതേപോലെ തന്നെ AI സാങ്കേതിക വിദ്യയ്ക്ക് കുറേ കൂടെ പ്രാധാന്യം നൽകുന്നുണ്ട്. ടൂറിസം, അതുപോലെ തന്നെ പാഴ്സൽ സർവീസ്, ഓൺലൈൻ സർവീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബീഹാറിൻ്റെ പ്രവർത്തന മേഖല മികവുറ്റമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബീഹാറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കേരളത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേരളത്തിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ദുരിതബാധിതരെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അങ്കമാലി ശബരി റെയിൽവേ നമ്മൾ പദ്ധതി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇതും വന്നിട്ടില്ല. നിലവിലുള്ള ബിസിനസ് ഓണേഴ്സിനും പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ള ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പം ഇത് മികച്ചതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയുക. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. നിങ്ങൾക്ക് പറയാം.